വിവാഹത്തിന് തന്നെ വിലക്ക് വന്ന അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു നാടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവാഹം പോയിട്ട് അതിനുവേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവനെയോ അവളെയോ തടവിലാക്കുന്ന ഒരു നാടിനെ കുറിച്ചോ ഒരു ഭരണാധികാരിയെ കുറിച്ചോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവാഹത്തിന് ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം തടവിലാക്കപ്പെട്ട യുവതിയുവാക്കളെ വിവാഹം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിവാഹം കഴിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്ത് മുന്നോട്ടിറങ്ങിയ ഒരു കത്തോലിക്ക വൈദികനെ കുറിച്ച്, ഒരു വിശുദ്ധനായ വൈദികനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതിൻ്റെ പേരിൽ തന്നെ തടവിലാക്കപ്പെടുകയും ആരാണോ തന്നെ തടവിലാക്കിയത് ആ ഭരണാധികാരിയെ കൂടി ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതിൻ്റെ പേരിൽ രക്തസാക്ഷിയായി തീർന്ന ഒരു ശക്തനും ധീരനുമായിട്ടുള്ള ഒരു വിശുദ്ധനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആ വിശുദ്ധൻ്റെ പേരാണ് വിശുദ്ധ വാലന്റൈൻ. വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തിൽ തിരുനാൾ ആഘോഷിക്കുന്ന ഏതെങ്കിലും ഒരു വിശുദ്ധനെ കുറിച്ച് പറയാൻ പറഞ്ഞാൽ നമ്മളും കുട്ടികളും എല്ലാവരും ഉടനടി ചാടിക്കേറി പറയും ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ, അന്ന് വാലന്റൈൻസ് ഡേ ആണ്. മിക്കവാറും പേർക്ക് ഈ ദിവസത്തെ കുറിച്ച് അറിയാം, വാലന്റൈൻസ് ഡേ ആണെന്ന് അറിയാം ഫെബ്രുവരി 14 തീയതി. കുറച്ച് പേർക്ക് ഈ വിശുദ്ധ വാലന്റൈൻ എന്ന് പറയുന്ന ഒരു വിശുദ്ധനുണ്ടെന്നറിയാം. അദ്ദേഹത്തിൻ്റെ തിരുനാളാണ് നമ്മൾ വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് എന്നറിയാം. എന്നാൽ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ വാലന്റൈൻ എന്ന് പറയുന്ന വിശുദ്ധനെ കുറിച്ച് അറിയുള്ളൂ. ആരായിരുന്നു വിശുദ്ധ വാലന്റൈൻ എന്ന് ചോദിച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വലിയ അറിവൊന്നുമില്ല. കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധനായിരുന്നു വാലന്റൈൻ എന്ന് മാത്രമേ നമുക്ക് പലർക്കും അറിയുകയുള്ളൂ. ഇന്ന് നമ്മുടെ ശ്രമം ഈ വിശുദ്ധ വാലന്റൈൻ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ വാലന്റൈൻ എന്ന് പറയുന്ന പേരിൽ തന്നെ ഏകദേശം 11ഓളം വിശുദ്ധന്മാരാണ് കത്തോലിക്ക സഭയിൽ ഉള്ളത് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള 3 പേര്, അതിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും പ്രശസ്തിയായിട്ടുള്ള ഒരു വൈദികനായിട്ടുള്ളൊരു വിശുദ്ധനാണ്. അദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ വിശുദ്ധ വാലന്റൈൻ. വാലന്റൈൻ എന്ന് പറയുന്ന പേര് അല്ലെങ്കിൽ ആ വാക്ക് വരുന്നത് വലൻസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വളരെ ശക്തിയുള്ളത്, പവർഫുള്ളായിട്ടുള്ളത് എന്നൊക്കെയാണ്, അല്ലെങ്കിൽ യോഗ്യമായിട്ടുള്ളത് എന്നൊക്കെയാണ്. വിശുദ്ധ വാലന്റൈൻ്റെ ജീവചരിത്രം നമ്മൾ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവസന്നിധിയിൽ വളരെ ശക്തനും ധീരനുമായിരുന്ന ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ വാലന്റൈൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ പദവിക്ക് അദ്ദേഹം വളരെ യോഗ്യനുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 3-ാം നൂറ്റാണ്ടിലാണ് വിശുദ്ധ വാലന്റൈൻ ജീവിച്ചിരുന്നത്. എങ്ങനെയാണ് വിശുദ്ധ വാലന്റൈൻ വിവാഹം കഴിക്കുന്നവരുടെ മധ്യസ്ഥനായിട്ട് അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഒരു മധ്യസ്ഥനായി മാറിയതെന്ന് ചോദിച്ചാൽ സഭ നമുക്ക് നൽകുന്ന ഒരു ഉത്തരവുണ്ട്. ഇദ്ദേഹം വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ മാത്രം മധ്യസ്ഥനൊന്നുമല്ല, അല്ലെങ്കിൽ പരസ്പരം സ്നേഹത്തിലായവരുടെ മാത്രം മധ്യസ്ഥനൊന്നുമല്ല, മറിച്ച് ഇദ്ദേഹം അപസ്മാരം പിടിപെട്ട രോഗികളുടെ മധ്യസ്ഥനാണ്. അതുപോലെ തന്നെ തേനീച്ച വളർത്തുന്ന ആളുകളുടെ കൂടി മധ്യസ്ഥനാണ് വിശുദ്ധ വാലന്റൈൻ. എന്നാലും ഇദ്ദേഹം കൂടുതലായിട്ട് അറിയപ്പെടുന്നത് പരസ്പരം സ്നേഹിക്കുന്നവരുടെ മധ്യസ്ഥൻ എന്ന പേരിലാണ്. എങ്ങനെയാണ് വിശുദ്ധ വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരുടെ മധ്യസ്ഥനായിട്ട് മാറിയത്? ഇതറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. വിശുദ്ധ വാലന്റൈൻ ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യത്തിൽ മതപീഡനത്തിന്റെ കാലഘട്ടമായിരുന്നു. ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അന്ന് റോമാ സാമ്രാജ്യത്തിന്റെ പ്രിഫെക്റ്റ് ആയിട്ട് ഇരുന്നിരുന്നത്. ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം യുദ്ധങ്ങളെയൊക്കെ സ്നേഹിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഭയങ്കര ക്രൂരമായിട്ട് മതപീഡനം നടത്തിയിരുന്ന അല്ലെങ്കിൽ മതമർദ്ദനം നടത്തിയിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചരിത്രം ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയെ, റോമൻ പ്രിഫെക്റ്റിനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. വളരെ വിചിത്രമായ രീതിയിൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള മതമർദ്ദനങ്ങൾ നടത്തിയിരുന്ന ഇദ്ദേഹം
ക്ലൗദിയൂസ് ദി ക്രൂവൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് തന്നെ. ഇദ്ദേഹത്തിൻ്റെ വലിയൊരു വിനോദമായിരുന്നു യുദ്ധങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത്. ഒരു യുദ്ധം കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം അടുത്ത യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഒരുപാട് യുദ്ധങ്ങൾ നടത്തി ഇദ്ദേഹം മുന്നേറുകയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ പട്ടാളത്തിലുള്ളവർക്ക് ആർക്കും ലീവ് കിട്ടിയിരുന്നില്ല, ഇവർ വീടുകളിലേക്ക് പോകാനായിട്ട് അവസരം കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. തൽഫലമായിട്ട് പിന്നത്തെ വർഷത്തെ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ, സൈന്യത്തിലേക്ക് പുതിയ ആളുകൾ എടുക്കുന്ന ഒരു അവസരം വരുമ്പോൾ, പുതിയതായിട്ട് സൈന്യത്തിൽ ചേരാനായിട്ട് എല്ലാവരും വിസമ്മതിക്കുകയാണ്, മടിച്ചു നിൽക്കുകയാണ്. കാരണം എന്താണ്? സൈന്യത്തിൽ അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ, ക്ലൗദിയൂസ് രണ്ടാമൻ്റെ സൈന്യത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വീട്ടിലേക്കുള്ളൊരു മടങ്ങിവരവ് ഒന്നും ഉണ്ടാകില്ല. കാരണം ഒരു യുദ്ധത്തിൽ നിന്നും അടുത്ത യുദ്ധത്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ യുദ്ധത്തിൽ മരിച്ചില്ലെങ്കിൽ തന്നെ വീണ്ടും അടുത്ത യുദ്ധം. അങ്ങനെ വീടുമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധമൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥ വരുമെന്നോർത്ത് യുവജനങ്ങൾ ആരും ഇദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ചേരാനായിട്ട് മുന്നോട്ട് വരുന്നില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരി വളരെ വിചിത്രമായ, അതുവരെ ലോകം കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത ഒരു നിയമം കൊണ്ടുവരുന്നത്. ഈ നാട്ടിൽ ഇനി വിവാഹം എന്ന് പറയുന്ന ഒരു സംഗതി വേണ്ട. വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ആരും കുടുംബങ്ങളെക്കുറിച്ച് ഓർക്കില്ല. കുടുംബത്തിലേക്ക് തിരിച്ചു പോകേണ്ട ഒരവസ്ഥയെ ഓർത്ത് യുദ്ധത്തിൽ പങ്കെടുക്കാനായിട്ട് മടി കാണിച്ചു നിൽക്കില്ല. അത് കാരണം അദ്ദേഹം വളരെ ബുദ്ധിപൂർവം ഒരു തീരുമാനമെടുത്തു. ഇനി ഈ നാട്ടിൽ വിവാഹം എന്ന് പറയുന്നൊരു കാര്യം വേണ്ട. ആരെങ്കിലും വിവാഹത്തിന് ഒരുങ്ങുന്നുണ്ടെങ്കിൽ അവരെ പിടിച്ച് തടവിലാക്കാനായിട്ട് ഇദ്ദേഹം നിയമം പരിഷ്കരിക്കുകയാണ്. വിവാഹം എന്ന് മാത്രമല്ല, വിവാഹത്തോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും, വിവാഹ വാഗ്ദാനം പോലും ഇദ്ദേഹം നിരോധിക്കുകയാണ്. വളരെ വിചിത്രമായ ഒരു നിയമം അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ റോമാ സാമ്രാജ്യത്തിൽ ഉടലെടുക്കുകയാണ്. ഇതിനെതിരായിട്ടാണ് വിശുദ്ധ വാലന്റൈൻ രംഗത്ത് വരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സന്യാസിയായിട്ടുള്ള, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള പുരോഹിതനായിട്ടുള്ള വാലന്റൈൻ വിവാഹം എന്നുള്ളൊരു കാര്യം നടത്തി കൊടുക്കാനായിട്ട് മുന്നോട്ട് വന്നത് എന്ന് ചോദിച്ചാൽ, പൗരോഹിത്യ ജീവിതത്തോടുള്ളൊരു മടുപ്പൊന്നും ആയിരുന്നില്ല. മറിച്ച് വിവാഹം എന്ന ദൈവവിളിയുടെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഈ വാലന്റൈൻ എന്ന് പറയുന്ന വിശുദ്ധൻ മുന്നോട്ട് വന്നത്. കാരണം വാലന്റൈൻ അറിയാമായിരുന്നു, വിവാഹം എന്നുള്ള ദൈവവിളിയെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ, കുടുംബങ്ങളിലൂടെ മാത്രമേ വിശുദ്ധിയുള്ളൊരു തലമുറ മുന്നോട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ വിശുദ്ധിയുള്ളൊരു തലമുറ ഈ ലോകത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് വാലന്റൈൻ ഗാഢമായി വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് വാലന്റൈൻ വിവാഹം ചെയ്യിപ്പിക്കാനായിട്ട് വാലന്റൈൻ മുന്നോട്ട് വരുന്നത്. ഈ പ്രിഫെക്റ്റ് അറിയാതെ തന്നെ ഒരുപാട് യുവതി യുവാക്കളെ പരസ്പരം വിവാഹം എന്ന ബന്ധത്തിലൂടെ വാലന്റൈൻ ഒരു കുടുംബമാക്കിയൊക്കെ തീർക്കുന്നുണ്ട്. ഒരുപാട് പേരെ ചക്രവർത്തി തടവിലാക്കുമ്പോൾ ഈ തടവിലായവരെ പോലും അവർ തമ്മിൽ അറിയാനും അവരെ തമ്മിൽ ഒന്നിപ്പിക്കാനുമായിട്ട് വാലന്റൈൻ എന്ന് പറയുന്ന വിശുദ്ധൻ മുൻകൈ എടുത്തത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ വളരെ രഹസ്യമായി ചെയ്തിരുന്ന ഈ കാര്യങ്ങൾ പോലും ചക്രവർത്തി അറിയുകയും ഇതിൻ്റെ പേരിൽ വാലന്റൈനെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായിട്ട് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കുന്നു. അറസ്റ്റിലായ വാലന്റൈനെ ഇദ്ദേഹം അസ്റ്റീരിയസ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയുടെ അടുത്തേക്ക് അയക്കുന്നു. അദ്ദേഹം വാലന്റൈനെ വീട്ടു തടങ്കലിലാക്കുകയാണ്. തടങ്കലിലായ ഈ വാലന്റൈനോട് അസ്റ്റീരിയസ് എന്ന് പറയുന്ന ഒരു ജഡ്ജി പറയുന്നൊരു കാര്യമുണ്ട്. ജൂലിയാന എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മകളുടെ പേര്. അവൾ അന്ധയായിരുന്നു. അപ്പോൾ ഈ വാലന്റൈനോട് അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജഡ്ജി പറയും, നീ എൻ്റെ മകളെ പഠിപ്പിക്കണം. എന്തൊക്കെയാണ്? അവൾ അന്ധയാണ്, അവൾക്കൊന്നും അറിയില്ല. ലോകം എന്താണെന്ന് പഠിപ്പിക്കണം, റോമ സാമ്രാജ്യത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ നീ പഠിപ്പിക്കണം, ദൈവത്തെക്കുറിച്ച് അവൾക്ക് പറഞ്ഞു കൊടുക്കണം, അതുപോലെ തന്നെ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ ഗണിതം അവൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ 4 കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് വാലന്റൈനെ നിയോഗിക്കുകയാണ് അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജഡ്ജി. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഈ മകൾക്ക് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ദൈവത്തെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു കൊടുക്കുന്നു. ഈ മകളിൽ നിന്നും ദൈവത്തെക്കുറിച്ച് കേട്ട, അല്ലെങ്കിൽ വാലന്റൈൻ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് കേട്ട, സത്യദൈവത്തെക്കുറിച്ച് കേട്ട അസ്റ്റീരിയസ് എന്ന് പറയുന്ന ജഡ്ജി വാലന്റൈനോട് പറയുകയാണ്, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവം
എൻ്റെ മകൾക്ക് കാഴ്ചശക്തി നൽകുകയാണെങ്കിൽ നീ പറയുന്ന എന്തും ഞാൻ വിശ്വസിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ വാലന്റൈൻ വളരെയധികം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ കുട്ടിക്ക് അത്ഭുതകരമായ രീതിയിൽ ദൈവസഹായത്തോടെ കാഴ്ചശക്തി നൽകുന്നത് വാലന്റൈൻ്റെ ജീവചരിത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. കാഴ്ചശക്തി കിട്ടിക്കഴിയുമ്പോൾ ഈ ജൂലിയാനയും അവരുടെ പിതാവായിട്ടുള്ള അസ്റ്റീരിയസും വളരെയധികം ദൈവത്തോട് കടപ്പാടുള്ളവരാകുന്നു. ഈ വാലന്റൈനോട് ഭയങ്കര ബഹുമാനമുള്ളവരാകുന്നു. ഈ ജഡ്ജി ആയിട്ടുള്ള അസ്റ്റീരിയസ് വാലന്റൈനോട് പറയുകയാണ്, നീ പറയുന്നത് എന്തു ഞാൻ ചെയ്യും, അല്ല നിനക്ക് വേണ്ടി നീ പറയുന്ന എന്ത് കാര്യം ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന് വാലന്റൈനോട് പറയുമ്പോൾ വാലന്റൈൻ ആവശ്യപ്പെടുന്നത് ഈ തടവിൽ നിന്ന് മോചിപ്പിക്കാനൊന്നുമല്ല, മറിച്ച് വാലന്റൈൻ തീക്ഷ്ണമതിയായിട്ടുള്ള വാലന്റൈൻ ഇദ്ദേഹത്തോട് പറയുകയാണ്, ജഡ്ജിയോട് പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ 3 ദിവസം ഉപവാസം എടുക്കണം. 3 ദിവസം ഉപവാസം എടുത്ത് പഠിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി നിങ്ങളെല്ലാവരും മാമോദീസ സ്വീകരിക്കണമെന്ന് പറയുകയാണ്. അങ്ങനെ ഒരു തടവ് പുള്ളിയായിട്ടുള്ള ഈ വാലന്റൈൻ്റെ വാക്ക് കേട്ട് ആ വാക്കിൽ പ്രചോദിതനായിട്ട് ഇദ്ദേഹം ജഡ്ജിയായിട്ടുള്ള അസ്റ്റീരിയസും കുടുംബം മുഴുവനും 3 ദിവസം ഉപവസിച്ച് മാമോദീസ സ്വീകരിച്ച് അവരെല്ലാവരും ക്രിസ്ത്യാനികളായി തീരുകയാണ്. ജഡ്ജിയായിട്ടുള്ള അസ്റ്റീരിയസിൻ്റെ കുടുംബം മാത്രമല്ല, അവരോടൊപ്പം അവർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ അവരുടെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള 44 പേരും കൂടി അന്ന് മാമോദീസ സ്വീകരിക്കുന്നു. വാലന്റൈനോടുള്ളൊരു ബഹുമാന സൂചകമായിട്ട് എല്ലാവരെയും, എല്ലാ ക്രിസ്ത്യൻ തടവുകാരെയും ഈ ജഡ്ജി വെറുതെ വിടുകയും ചെയ്യുകയാണ്. ജയിലിൽ നിന്നും പുറത്തു വന്ന വാലന്റൈൻ വീണ്ടും വളരെ തീക്ഷ്ണതയോട് കൂടിയിട്ട് ക്രിസ്തുവിനെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങുന്നു. ക്രിസ്തു മതത്തിലേക്ക് അനേകം പേരെ പരിവർത്തനം ചെയ്യാനായിട്ട് ആരംഭിക്കുന്നു. ഈ ഒരു കുറ്റം ചാർത്തിക്കൊണ്ട് തന്നെ അന്നത്തെ ഭരണാധികാരി വീണ്ടും വാലന്റൈനെ തടവിലാക്കുകയാണ്. തടവിലാക്കിയ ക്ലൗദിയൂസ് സെക്കൻഡ് എന്ന് പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന റോമൻ പ്രിഫെക്റ്റ്, അദ്ദേഹം വാലന്റൈനുമായിട്ട് ഒരു ചെറിയ സൗഹൃദമൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. വാലന്റൈൻ അദ്ദേഹത്തിന് ഇഷ്ടമാവുന്നു. വാലന്റൈൻ നല്ല അറിവുള്ളവനായിരുന്നുകൊണ്ട് തന്നെ വാലന്റൈൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയും വളരെ ഇഷ്ടത്തോടെയും ഈ ചക്രവർത്തി കേട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്രിഫെക്റ്റ് കേട്ടിരിക്കുകയാണ്. പക്ഷെ പതിയെ പതിയെ വാലന്റൈൻ്റെ സംസാരം ദൈവത്തെക്കുറിച്ചായപ്പോൾ ഇദ്ദേഹം പതുക്കെ സംശയത്തിൻ്റെ കണ്ണുകളിലൂടെ വാലന്റൈനെ കാണാനായിട്ട് തുടങ്ങുകയാണ്. പതിയെ വാലന്റൈൻ ഈ ചക്രവർത്തിയെ കൂടി അല്ലെങ്കിൽ ഈ പ്രിഫെക്റ്റിനെ കൂടി ക്രിസ്ത്യാനിയാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു കുറ്റം ചാർത്തിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ കുറ്റം ആരോപിച്ചുകൊണ്ട് തന്നെ വാലന്റൈനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഭരണാധികാരി. അദ്ദേഹം പറയുകയാണ്, വാലന്റൈന് കൊടുക്കുന്ന ശിക്ഷ എല്ലാവർക്കും മാതൃകപരമായിട്ടുള്ള ഒരു ശിക്ഷയായിരിക്കണം. കാരണം അതിന് ആദ്യം ചാട്ടവാറ് കൊണ്ടടിച്ച് അവനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് ക്ലൗദിയൂസ് രണ്ടാമൻ എന്ന് പറയുന്ന ഈ ഭരണാധികാരി. AD 269 AD 270 ആയിരിക്കണം വാലന്റൈൻ്റെ രക്തസാക്ഷിത്വം എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാലും കൂടുതലായിട്ട് നമ്മൾ വിശ്വസിച്ച് വരുന്നത് AD 270 ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ രക്തസാക്ഷിയായി എന്നാണ്. രക്തസാക്ഷിത്വത്തിന് തലേന്ന് വാലന്റൈൻ നേരത്തെ നമ്മൾ പറഞ്ഞ ജഡ്ജിൻ്റെ മകളായിട്ടുള്ള ജൂലിയാനയ്ക്ക് ഒരു കത്ത് എഴുതുന്നുണ്ട്. കത്ത് എഴുതാനായിട്ട് തടവിലായിരിക്കുമ്പോൾ അവിടെ എഴുത്തുപകരണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്, വയലറ്റ് പൂക്കളുടെ ചാറുകൊണ്ട് ഇദ്ദേഹം ഒരു ലെറ്റർ എഴുതുകയാണ് ജൂലിയാനയ്ക്ക്. തൻ്റെ മധ്യസ്ഥം വഴി ദൈവത്താൽ കാഴ്ചശക്തി വീണ്ടും കിട്ടിയ ജൂലിയാനയ്ക്ക് ഇദ്ദേഹം ഒരു കത്ത് എഴുതിയിട്ട് ആ കത്തിൻ്റെ ഒടുവിലായിട്ട് ഇദ്ദേഹം വളരെ വിശ്വപ്രസിദ്ധമായ ആ വാചകം എഴുതി വയ്ക്കുകയാണ്, എന്ന് നിൻ്റെ വാലന്റൈൻ എന്ന് എഴുതി വയ്ക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷമാണ് ജൂലിയാന ആ കത്ത് വായിച്ചതെന്ന് പൊതുവെ പറയപ്പെടുന്നു. ഇന്നും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ഈ ഒരു വാചകം വളരെ പ്രസിദ്ധമാണ്, എന്ന് നിൻ്റെ വാലന്റൈൻ എന്ന് പറയുന്നൊരു വാചകം. AD 270 ഫെബ്രുവരി 14 വിശുദ്ധ വാലന്റൈൻ രക്തസാക്ഷിയായിട്ട് തീരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. AD 496 പോപ്പ് ഗലാസിയൂസ് എന്ന് പറയുന്ന, ഗലാസിയൂസ് ഒന്നാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയാണ്
വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. വിശുദ്ധ വാലന്റൈൻ്റെ തിരുശേഷിപ്പുകൾ പല പള്ളികളിലായിട്ട് നമുക്ക് കാണാമെങ്കിലും ഏറ്റവും വലിയ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ബസലിക്ക ഓഫ് സാന്താ മരിയ കോസ്മദീൻ എന്ന് പറയുന്ന ബസലിക്കയിലാണ്. അവിടെ സൂക്ഷിച്ചിട്ടുള്ള തിരുശേഷിപ്പിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അതായത് വിശുദ്ധ വാലന്റൈൻ്റെ തലയോട്ടിക്ക് മുകളിലായിട്ട് ഒരു പുഷ്പകിരീടം ചാർത്തിയിരിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ തിരുശേഷിപ്പാണ് ഈ ബസലിക്കയിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ വാലന്റൈൻ്റെ ജീവചരിത്രം വായിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും 2 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരാം. എങ്ങനെയാണ് ഈ വിശുദ്ധൻ വിവാഹം ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ മധ്യസ്ഥനായിട്ട് മാറിയത്? അത് സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ജീവചരിത്രത്തിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. എങ്ങനെയാണ് ഇദ്ദേഹം വിവാഹം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുടെ മധ്യസ്ഥനായി തീർന്നത് എന്നതിൻ്റെ ഉത്തരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. രണ്ടാമത് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ വാലന്റൈൻ്റെ ഫീസ്റ്റ് അല്ലെങ്കിൽ വാലന്റൈൻ എന്ന് പറയുന്ന വിശുദ്ധൻ്റെ തിരുനാൾ വാലന്റൈൻസ് ഡേയിലേക്ക് മാറ്റപ്പെട്ടത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള വാലന്റൈൻസ് ഡേയിലേക്ക് എങ്ങനെയാണ് ഈ വാലന്റൈൻ്റെ തിരുനാൾ മാറ്റപ്പെട്ടത് എന്ന് നമുക്കൊരു ന്യായമായിട്ടൊരു സംശയം വരാം. ഫീസ്റ്റ് ഓഫ് ലൂപ്പർകാലിയ എന്ന് പറയുന്ന ഒരു ആഘോഷം തിരുനാളായിരുന്നില്ല, മറിച്ച് വലിയൊരു ഉത്സവം പോലെയുള്ളൊരു ആഘോഷം റോമിൽ അവരുടെ സംസ്കാരത്തിലുണ്ടായിരുന്നു. ഫെബ്രുവരി 13 മുതൽ 14, 15 ആ തീയതികളിലാണ് ഇവർ ഈ ആഘോഷം നടത്തിയിരുന്നത്, ഫീസ്റ്റ് ഓഫ് ലൂപ്പർകാലിയ. ആ ഉത്സവത്തിൽ അല്ലെങ്കിൽ ആഘോഷത്തിൽ അവരെന്താണ് ചെയ്തിരുന്നത് എന്ന് ചോദിച്ചാൽ, ആൺകുട്ടികളെല്ലാവരും വന്ന് പെൺകുട്ടികളുടെ പേരുകൾ അവരിങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ നറുക്കായിട്ട് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ നറുക്കെടുത്ത് ഓരോ ആൺകുട്ടിക്കും ഏത് പെൺകുട്ടിയാണോ കിട്ടുന്നത് ആ പെൺകുട്ടിയെ സേവിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു കുഞ്ഞൊരു ഉത്സവത്തിൻ്റെ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ. പതിയെ പതിയെ ഈ ഉത്സവത്തിൻ്റെ രീതി മാറി തുടങ്ങി. പതിയെ പതിയെ ഇതിൻ്റെ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ പതുക്കെ മാറി തുടങ്ങി. അത് പതിയെ സംസ്കാര ശൂന്യതയിലേക്കും ഇവരുടെ സംസ്കാരത്തിന് പുറത്തേക്കൊക്കെ പോയി തുടങ്ങിയപ്പോൾ അന്നത്തെ സഭ ഇതിനൊരു പ്രതിവിധി കണ്ടെത്തി. എന്താണ്? ഫെബ്രുവരി 13, 14, 15 തീയതികളിൽ ആഘോഷിക്കുന്ന ഈ തിരുനാളിനെ നമുക്ക് ഇത്രയും കൂടി ഒന്ന് ഡിവൈനായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം. അതെങ്ങനെയാണ്? ഫെബ്രുവരി 14 തീയതി വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാളുണ്ട്. ആ തിരുനാൾ ഈ ഉത്സവത്തിന് പകരമായിട്ട് നമുക്ക് ആഘോഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫെബ്രുവരി 14 തീയതി വാലന്റൈൻസ് ഡേ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് കാലങ്ങൾ മാറി ഇപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഇങ്ങനെ ഒരു വിശുദ്ധനുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരു തലമുറ വന്നു തുടങ്ങി. ഈ തലമുറയ്ക്ക് മുമ്പിലാണ് വിശുദ്ധ വാലന്റൈനെ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധൻ്റെ കഥ കേട്ട് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇപ്രകാരമാണ്: വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ കാമുകന്മാർക്ക് വേണ്ടി ജീവൻ ബലി കൊടുത്ത ഒരു വിശുദ്ധൻ്റെ തിരുനാളല്ല. അതിനപ്പുറത്തേക്ക് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ തീക്ഷ്ണത കൊണ്ട് എരിഞ്ഞ് രക്തസാക്ഷിത്വം വരെ എത്തിയ ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് നമ്മൾ ഫെബ്രുവരി 14 തീയതി ആഘോഷിക്കുന്നത്. ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇന്ന് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ ഇന്ന് ഈ വിശുദ്ധൻ ചെയ്തിരുന്ന പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പതിയെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ഇന്ന് വിശുദ്ധ വാലന്റൈന് നല്ല പ്രസക്തിയുണ്ട്. കാരണം എന്താണ്? പതിയെ നമ്മുടെ സമൂഹം ഈ വിവാഹം എന്ന് പറയുന്ന ഒരു കൂദാശയിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പല യുവാക്കന്മാർക്കും വിവാഹം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് പതിയെ നല്ല അകൽച്ച വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 28 വയസ്സായ യുവതികൾ പോലും ഈ വിവാഹത്തിന് വിസമ്മതിക്കുന്ന കഥകൾ പല കുടുംബങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ വിശുദ്ധ വാലന്റൈനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം എന്താണ്? വിവാഹ ബന്ധങ്ങളെ അത്രമേൽ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു വിശുദ്ധൻ, വിവാഹമെന്ന ദൈവവിളിയെ അത്രമേൽ പ്രാധാന്യത്തോടെ പരിഗണിച്ചിരുന്ന ഒരു വിശുദ്ധൻ. ഈ വിശുദ്ധനോട് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല കുടുംബങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നല്ല വിവാഹ ബന്ധങ്ങളിലൂടെ വിശുദ്ധരായ ദമ്പതികളും അതിലേറെ വിശുദ്ധരായിട്ടുള്ള മക്കളും അടങ്ങുന്ന ഒരു തലമുറയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴികാട്ടിയായിരിക്കട്ടെ. പരസ്പരം സ്നേഹിക്കാനും അങ്ങനെ സ്നേഹം തന്നെയായ ദൈവത്തെ കണ്ടെത്തുവാനും ഈ വിശുദ്ധൻ്റെ മാതൃക നമുക്ക് പ്രചോദനമരളട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.